ഏറ്റവും തീവ്രമായ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്ത ബന്ധുക്കൾ അവിടെ താമസമുണ്ട്. അവരൊക്കെ ഇത് അനുഭവിക്കുന്ന ആളുകളാണ്. പിന്നെ കേന്ദ്രത്തിൽ നിന്നും കൂടെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുകയുള്ളൂ. കേരളത്തിലായതുകൊണ്ടാണ് ഒരുപക്ഷെ അവരുടെ, അതായത് ആ ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്ത സ്റ്റേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇതിനോട് കേന്ദ്രം ഒരു വിമുഖത കാണിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഭരണപ്രതിപക്ഷങ്ങൾ കൊടിക്കീഴിൽ അണിനിരക്കാതെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അണിനിരക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനം ചെയ്യും. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാടിന് സംഭവിച്ചത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു നാട് ഒന്നടങ്കം ഇല്ലാതായിരിക്കുന്നു. ഇപ്പോഴും മരണസംഖ്യ എത്രയെന്ന് തിട്ടപ്പെടുത്താനായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന്. ജനങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വരൂ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന്. ഒരു വയനാട് ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും, ഒറ്റപ്പെട്ടു പോയ ആളുകളുടെ മാനസികാവസ്ഥ, അതേപോലെ അവർ ഇട്ട ഡ്രസ്സാലെയാണ് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്, അല്ലെങ്കിൽ മറ്റ് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തതാണ്. എന്ത് തന്നെ ആയാലും എല്ലാ വിധത്തിലുള്ള മേഖലയിലേക്കും ഇതിൻ്റെ ഒരു ശ്രദ്ധ എത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഓരോ ആളുകളും അതേപോലെ ഒരു സമൂഹവും ഒരു രാഷ്ട്രം മുഴുവനും തന്നെ അതിന് വേണ്ടിയിട്ട് നിൽക്കണം എന്നുള്ളതാണ് അഭിപ്രായം. കാരണം അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. വീടില്ല, വീട് മാത്രമല്ല അവരുടെ കൂടപ്പറപ്പുകളില്ല. ഒരു ഒറ്റ രാത്രി കൊണ്ടാണ് ആ രീതിയിലായി പോയിട്ടുള്ളത്. നമുക്കും അതിൻ്റെ ഒരു ആഘാതം മാറിയിട്ടില്ല. ഡെഫിനറ്റായിട്ടും കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം നിർബന്ധമായിട്ടുണ്ടാവണം. ഞാനിപ്പോൾ ഒരു ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ മാത്രമല്ലേ സംസാരിക്കുന്നത്. ഓരോരുത്തരുടെ മനസ്സും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആ രീതിയിൽ തന്നെ അത് വ്യാപിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അത് തന്നെ ചെയ്യണം. നമ്മുടെ ഏറ്റവും വേദനിക്കുന്ന, എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് തുടരെ ഉരുൾപൊട്ടലുകൾ കേരളത്തെ നടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നമുക്ക് ഉറക്കം പോലും നഷ്ടപ്പെടും രീതിയിൽ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും വളരെയധികം മാരകമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കി. എത്രയോ പേർ മണ്ണിനടിയിൽ ആണ്ടുപോയ ദുരന്തം നമ്മൾ പറയുന്നു ചൂരൽമലയിലും അതേപോലെ മുണ്ടക്കയിലും. ഇതിനെ തീവ്ര ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം. ഏറ്റവും തീവ്രമായ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് വളരെ നിർലോഭമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള സാമ്പത്തിക സഹായവും മറ്റ് രീതിയിലുള്ള പിന്തുണയും നൽകണം എന്ന് ഒരു മലയാളി എന്നുള്ള നിലയിലും ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും ശക്തിയായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഒരിക്കലും ഈ രീതിയിലുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാനുള്ള നടപടി കൂടി ശാസ്ത്രീയമായി തന്നെ നമ്മൾ ഏറ്റെടുക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ദേശീയ ദുരന്തമായിട്ട് തന്നെ വയനാട്ടിൽ ഈ വലിയ കെടുതി പ്രഖ്യാപിക്കേണ്ടതാണ്. കാരണം ഇത്രയും വലിയ ഒരു ആൾനാശവും പ്രകൃതിക്ക് ഇത്രയും വലിയൊരു ദുരിതവും സംഭവിച്ച ഒരു സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ അതിന് വലിയൊരു സഹായം കിട്ടിയെങ്കിൽ മാത്രമേ അതിൻ്റെ പുനർനിർമ്മാണം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഇത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. വയനാട് ദുരന്തം നമ്മളെ കേരളത്തെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ്. ഒരുപാട് മനുഷ്യജീവികൾ, അതുപോലെ തന്നെ ഒരുപാട് ജീവനോപാധികൾക്കൊക്കെ വളരെ നാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കോടാനുകോടി രൂപയുടെ നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ ജീവിതം ഒക്കെ ഇല്ലാതായൊരു സാഹചര്യമാണ്. സ്വാഭാവികമായും ഇത് കേന്ദ്ര ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും ആവശ്യമായ പാക്കേജുകൾ അനുവദിച്ച് അവരുടെ റീഹാബിലിറ്റേഷൻ, അതായത് ഈ എല്ലാം നഷ്ടപ്പെട്ട ഈ ആളുകളുടെ റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ആവശ്യമായ പരിപാടികൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ കേന്ദ്രത്തിൽ നിന്നും കൂടെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുകയുള്ളൂ. കാരണം എന്താ, ഇപ്പോഴത്തെ പ്രതിസന്ധി വെച്ച് നോക്കണമെങ്കിൽ വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കേന്ദ്രത്തിൽ നിന്നും കൂടെ എന്തെങ്കിലും സഹായം കിട്ടണമെന്നുള്ള ഒരു ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചട്ടപ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ ദേശീയ ഇതായിട്ട് പ്രത്യേകിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജനം മൊത്തം അറിയണമല്ലോ. ഇങ്ങനെ സംഭവം നടന്ന ജനം കേരളം മുതലേ ഈ ലോകം ഒട്ടാകെ അറിയണമെന്നാണ് ഞാൻ പറയണത്. ഇങ്ങനെ ഒരു പ്രശ്നം, ഭയങ്കരപ്പെട്ട പ്രശ്നം ഈ രാത്രി 2 മണിക്ക് 3 മണിക്ക് നടന്ന സംഭവം എന്ന് പറയുമ്പം അത് വലിയൊരു ദുരന്തമാണത്. തീർച്ചയായിട്ടും വേണം, ദേശീയ ദുരിതമായിട്ട് തന്നെ പ്രഖ്യാപിക്കണം. ഒരുപാട് ആളുകൾക്ക് നമുക്കിപ്പോഴും അറിയാൻ വയ്യാത്ത കുറേ പേരുകൾ മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. അതൊരു എന്നുവെച്ചാൽ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു അന്തവും ഇല്ലാത്തൊരു രീതിയിലോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അതൊരു ദേശീയ ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കേണ്ടതാണ്.
അതായത് ദേശീയ ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കണം, അതിന് യാതൊരു സംശയമില്ല. പിന്നെ അതിന് ഭരണ പ്രതിപക്ഷങ്ങൾ കൊടിക്കീഴിൽ അണിനിരക്കാതെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അണിനിരക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനം ചെയ്യും. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുന്ന സമീപനത്തിൽ സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിച്ചാലേ കാര്യങ്ങൾ നടക്കും. അല്ല, ദേശീയ ദുരന്തം ഒന്നും ഇല്ല എന്നില്ല, അങ്ങനെയുള്ളതല്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച വേറെ പല സംഭവങ്ങളും ഇന്ത്യയിലുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ്. കേരളത്തിലായതുകൊണ്ടാണ് ഒരുപക്ഷെ അവരുടെ, അതായത് ആ ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്ത സ്റ്റേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇതിനോട് കേന്ദ്രം ഒരു വിമുഖത കാണിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ദേശീയ ദുരന്തം സംഭവിക്കുമ്പോൾ നൽകാവുന്ന സഹായങ്ങൾ കേരളത്തിന് ലഭ്യമാവുക, അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അതിൻ്റെ ചട്ടങ്ങൾ അങ്ങനെയാണോ എന്നുള്ളത് അത് സാങ്കേതികമായൊരു പ്രശ്നമാണ്. അത് എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതാണ് വേണ്ടത്. എൻ്റെ അടുത്ത ബന്ധുക്കളുടെ അവിടെ താമസമുണ്ട്, അവരൊക്കെ ഇത് അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച് പരമാവധി കേന്ദ്ര സഹായം, പിന്നെ ഇത് അർഹതയുള്ളവർക്കെല്ലാം കിട്ടത്തക്ക രീതിയിലൊരു സംവിധാനം ഉണ്ടാക്കണം. ദേശീയ ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കണം. എത്രയോ ജീവനുകളാണ് പോയിരിക്കുന്നത്, കുട്ടികളായാലും മുതിർന്നവരായാലും മൃഗങ്ങൾ, എല്ലാ ജീവജാലങ്ങളും മൊത്തത്തിൽ പോയിരിക്കുകയല്ലേ. അപ്പോൾ അത് ഒരു ദേശീയ ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിക്കണം. വയനാടിനെ തീർച്ചയായിട്ടും ഒരു ദേശീയ ദുരന്തമായിട്ട് മാറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലുള്ളൊരു പ്രളയം അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ വന്നാലും പല രീതിയിലും നമുക്ക് ഒരു രീതിയിലുള്ള കേന്ദ്ര സഹായമോ കാര്യങ്ങളോ കിട്ടാറില്ല. ഇതിന് തീർച്ചയായിട്ടും ഒരു ദേശീയ ദുരന്തമായിട്ട് തന്നെ അംഗീകരിക്കണം